ഈ മഴക്കാലത്ത് നമുക്കൊരു തോണിയിൽ കയറി യാത്ര ചെയ്താലോ? ഈ തോണിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കൂട്ടിന് പുസ്തകങ്ങളും ഉണ്ടാകും. എവിടെയാണെന്നല്ലേ? ജലഗതാഗത വകുപ്പിന്റെ പുസ്തകത്തോണി യാത്രക്കാർ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. 2 വർഷം മുൻപ് മുഹമ്മയിലായിരുന്നു അതിന് തുടക്കമിട്ടത്. ബോട്ട് യാത്രക്കിടയിൽ പുസ്തകം വായിച്ച് ഉല്ലസിച്ച് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് കേരളത്തിലെ മറ്റു ബോട്ടുകളിൽ കൂടി ഇത് പ്രാവർത്തികമാക്കാൻ പോകുന്നത്. മൊബൈൽ ഫോണിൽ നിന്നും കുട്ടികളെ അടക്കം വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പുസ്തകത്തോണിക്ക് പിന്നിലെ ലക്ഷ്യം. മൊബൈൽ ഫോൺ തരംഗത്തിലേക്ക് അടിമപ്പെട്ട പുതിയ തലമുറയെ അറിവിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിനും യാത്രാവിരസത ഒഴിവാക്കി കായൽക്കാറ്റിൽ പുസ്തകങ്ങൾ വായിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് മുഹമ്മ ജലഗതാഗത വകുപ്പിൻ്റെ ഫെറി ബോട്ടുകളിൽ 1 വർഷം മുൻപ് സ്റ്റേഷൻ മാസ്റ്റർ നടപ്പിലാക്കിയത്. ബോട്ടിൽ അക്കരയ്ക്ക് സഞ്ചരിക്കുമ്പോഴത്തേക്കും യാത്രക്കാർ മൊബൈൽ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും തോന്നിയ ഒരാശയമാണത്. അപ്പോൾ മൊബൈൽ നോക്കിയിരിക്കുന്ന സമയത്ത് പുസ്തകങ്ങളുണ്ടെങ്കിൽ അവർ പുസ്തകം വായിക്കുമല്ലോ എന്നൊരാശയം മനസ്സിൽ തോന്നി. അങ്ങനെയാണ് 2022 ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം അടുത്ത ബോട്ടിലും S52 ആദ്യം നടപ്പിലാക്കിയത്. അതിനുശേഷം S55 നടപ്പിലാക്കി. അപ്പോൾ നമ്മുടെ വകുപ്പ് ഡയറക്ടർ ശ്രീ ഷാജി നായർ സാറിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പം വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറ് ഇത് സംസ്ഥാനം ഒട്ടുക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട് കായലിന് കുറുകെ ഏകദേശം 45 മിനിറ്റ് ദൈർഘ്യമുള്ള മുഹമ്മ കുമരകം ബോട്ടിൽ സുഖമായി യാത്ര ചെയ്താണ് മുതിർന്നവരും കുട്ടികളും പുസ്തകശാല ആസ്വദിക്കുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല, തകഴി ശിവശങ്കര പിള്ളയുടെ സമ്പൂർണ്ണ ചെറുകഥകളെ ഒരു സമാഹാരം, ഇതൊക്കെ ഈ യാത്രക്കിടയിൽ ഞാൻ വായിക്കപ്പെടാതെ പോയ ധാരാളം പുസ്തകങ്ങൾ ഈ പുസ്തകത്തോണിയിൽ നിന്നും ഈ യാത്രക്കിടയിൽ വായിക്കാൻ കഴിഞ്ഞത് ഒരുപാട് അറിവുകൾ. അതും മാത്രമല്ല, യാത്ര ഈ 45 മിനിറ്റത്തെ യാത്ര യാതൊരു വിരസതയില്ലാതെ നമ്മൾ വേറൊരു പ്രപഞ്ചത്തിലേക്കും വേറൊരു മാനസികാവസ്ഥയിലേക്കും നമ്മെ നയിക്കാൻ അതിൻ്റെ ഈ പശ്ചാത്തലം, ഈ കായലും കാറ്റും ഈ തണുപ്പും ഈ നിശബ്ദതയും ഈ ശാന്ത സുന്ദരമായ ഈ അന്തരീക്ഷം അതാണ് നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ പാണാവള്ളി, എറണാകുളം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ആലപ്പുഴ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ബോട്ടുകളിൽ പുസ്തകത്തോണി നടപ്പിലാക്കുവാനാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. പുസ്തകത്തോണി എന്ന ആശയം ഈ മുഹമ്മ സ്റ്റേഷനിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. അതിപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടത്താനാണ് സർക്കാരും ജലഗതാഗത വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് പുളിങ്ങിനൊപ്പം ഷാജഹാൻ.